നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായൊരു പുസ്തകവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നോവലുകളും ചെറുകഥകളും ഓർമ്മക്കുറിപ്പുകളുമൊക്കെയായി നിങ്ങളുടെ മുന്നിൽ വരാറുള്ള ഞാൻ ഇന്നൊരു കവിതാ സമാഹാരമാണ് പരിചയപ്പെടുത്തുന്നത്. എഴുതിയ ഓരോ കവിതയിലും എന്നെ തിരഞ്ഞവൾ വരുന്നു, ജിന്ന്. ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ പ്രബിൽനാഥിൻ്റെ ജിന്ന്. കവിത എന്ന് കേൾക്കുമ്പോൾ ചെറുശ്ശേരി, വള്ളത്തോൾ ആ ഒരു തലത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് വായിച്ചാൽ മനസ്സിലാകുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. പ്രബിൽനാഥിൻ്റെ ജിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ രീതിയിലാണ് കവിതകൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഈ കവിതാ സമാഹാരത്തിന് 65 രൂപ വിലയും 56 പേജസുമാണ് ഉള്ളത്. 92 കുഞ്ഞു കവിതകളുള്ള ഈ ബുക്കിലേക്ക് എത്തി നോക്കുമ്പോൾ കാമുകന്റെ മനസ്സും പ്രതീക്ഷകളുടെ പൊൻതിരിനാളങ്ങളും ഹൃദയത്തിൽ പകുത്ത സൗഹൃദങ്ങളും സ്വപ്നസ്മരണകളും യഥാർത്ഥ ജീവിതവും എല്ലാം കാണാൻ കഴിയും. ഞാൻ വായിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കവിതയിലേക്ക് ഞാൻ നിങ്ങളെയും കൊണ്ടുപോവുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. കാത്തിരിപ്പ്. നിന്നെ ഓർക്കാൻ ഭൂവിൽ ആർക്കു നേരം? ഓടിമറയുന്ന സമയബിന്ദുക്കളും പതിയെ മറക്കും. എങ്കിലും രാവിൻ്റെ ആദ്യ പടവിൽ ഞാൻ കാത്തിരിക്കും. പ്രണയത്തിൻ്റെ രഥമേറി നിന്നെ വരവേൽക്കാനല്ല, മുറിവേറ്റ് നീ തളരുമ്പോൾ സൗഹൃദത്തിൻ്റെ താങ്ങായി ചേർത്ത് നിർത്താൻ. അമ്മ. അറിവില്ലായ്മ തൻ ലോകത്തിലെ വിരുന്നുകാരനായി വന്നൊരു നാളിൽ എനിക്ക് കൂട്ടായി നിന്നൊരു ജനനി. നിൻ കണ്ണിലൂടെ കണ്ടു ഞാനീ ലോകം, നിന്നിലൂടെ കേട്ടു ഞാനീ ലോകം. ആദ്യമായി മൊഴിഞ്ഞ വാക്കിൽ അമ്മ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ലോകത്തിന് വിസ്മയമാം വിശ്വാസം തൊട്ടറിഞ്ഞു. ആ നിമിഷം, പറയാതെ പോയ നിമിഷം, പറയാൻ വന്ന നിമിഷം, പ്രണയം മറഞ്ഞൊരു നിമിഷം, ജീവൻ അണഞ്ഞൊരു നിമിഷം, ആത്മാവിൽ മാത്രമായി ഒരുമിച്ച നിമിഷം, ധന്യമീ അനുപമ നിമിഷം. എന്നിലെ നീ. പൂക്കളേക്കാൾ മനോഹരം പൂ പോലുള്ള നിൻമിഴികൾ, പൂവിളിയേക്കാൾ മധുരം നിൻ സ്വരം, ഓണനിലാവിനേക്കാൾ പ്രകാശപൂരിതം നിൻ മുഖം, താരകങ്ങളേക്കാൾ സുന്ദരം നിൻ ചിരിയഴക്. ആരു നീ ദേവതേ, അലിവാർന്ന മനസ്സുമായി ആരെ നീ തേടുന്നു? സൗഹൃദം. തമ്മിലലിഞ്ഞു തുടങ്ങുമ്പോൾ അതിരുകൾ കടന്നൊരു ഹൃദയബന്ധം, ചിലപ്പോൾ രക്തബന്ധത്തേക്കാൾ മഹത്തരം, എല്ലാം പങ്കുവെക്കുന്ന മാനസം നിറഞ്ഞ സൗഹൃദം. പള്ളിക്കൂടം. ആദ്യാക്ഷരം ചൊല്ലിപ്പഠിച്ചതും അങ്കണമുറ്റത്ത് ഓടിക്കളിച്ചതും ഇന്നും എൻ ഓർമ്മയിലെ മാമ്പൂക്കളായി പെയ്യുന്നു. ജീവിതമുയരെ പടവുകൾ കയറിയെന്നെങ്കിലും അറിവിന് ആദ്യ പാദസ്പർശം ഇവിടെ നിന്നല്ലോ. തിരിച്ചു വന്നു ഞാൻ ഓർമ്മകളെ തേടി, അറിവ് പകർന്നു തന്ന ദൈവങ്ങളെ തേടി. ഇന്നും ഈ പള്ളിക്കൂടത്തിനു മുന്നിൽ തൊഴുകൈയോടെ ഞാൻ വീണ്ടും ഒരു വിദ്യാർത്ഥിനിയായി. കൂടപ്പിറപ്പ്. രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ മിഴി ചിമ്മാതെ കാവലിരിപ്പു, മൗനത്തിന് താരാട്ടുമൂളി ഉറക്കും. സ്വപ്ന തീരങ്ങളിൽ നീ പറന്നുയരവേ, അരികിൽ ചിറകുമായി ഞാനും കൂട്ടിന് പറക്കും. സ്നേഹത്തിൻ നൂലിൽ കോർത്തൊരു മുത്തുകളുമായി ഓരോ ജന്മത്തിന് രണ്ടിതൾ, നീയും ഞാനുമല്ലേ. മരണം. ഓർമ്മകൾ മരിക്കുകയില്ല, അത് നിന്റേതാവുമ്പോൾ. മറന്നിടാൻ എനിക്കാവില്ല, മറന്നുവെന്ന് നിനയ്ക്കുകയിൽ മരണമെന്നെ പ്രണയിച്ചെന്നു കരുതുക. നിലാവ്. 1000 നിലാവിനേക്കാൾ മനോഹരിയാണു നീ. സൂര്യതാപത്താൽ വാടാത്ത പ്രണയത്തിൻ്റെ പനിനീർ മഴയിൽ തെളിഞ്ഞു നിൽക്കും അനുപമ സൗന്ദര്യം. എൻ്റെ ജീവൻ്റെ പാതിയല്ലോ നീ.
പ്രണയമിടിപ്പുകൾ അടർത്തിയെടുത്ത ഹൃദയത്തിലും ഇറ്റിറ്റു വീഴുന്ന ചോരത്തുള്ളിയിൽ പ്രാണന്റെ നിലക്കാത്ത മിടിപ്പുകളുമായി നിന്നോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുന്നു. മോഹം നിന്നിലെ മോഹശലഭമായി തുടരുവാൻ, നിന്നിലെ പ്രണയമധുരം നുകരുവാൻ, കൊതിയോടെ സ്വപ്നച്ചിറകിൽ പറക്കുവാൻ, നിന്റെ ജീവന്റെ പാതി ഇതളാവാൻ തപം ചെയ്യുന്നു ഞാൻ. അമ്മ കിളിക്കൂടിൽ നിന്നും പക്ഷി കുഞ്ഞുങ്ങൾ പറന്നെങ്ങോ പോയി. ആകാശത്തിന് അതിരുകൾ കടന്ന് മാഞ്ഞു പോയി. ജീവിതമൊരു വഴിയാത്രയെങ്കിൽ തനിയെ തുടരും ചില നിമിഷങ്ങൾ. സ്നേഹനൊമ്പരങ്ങൾ വിങ്ങുമൊരു മനസ്സിൽ ആരും കാണാതെ പൊഴിക്കുന്ന കണ്ണീരിൽ ഏകാന്തത തൻ വിരസമായ നേരത്ത് വഴിതെറ്റി വിരുന്നു വരുന്ന അക്ഷരക്കൂട്ടങ്ങൾ മാത്രമോ എനിക്കിന്ന് ജീവനേകുന്നത്? ജിന്ന്. എഴുതാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ കയറി വരുന്ന ഒരാളുണ്ട്. ജിന്ന്. ഇതുവരെ ഞാൻ അറിയാത്ത വാക്കുകളെയും കഥയും കഥാപാത്രങ്ങളെയും എനിക്ക് തരുന്ന ജിന്ന്. സ്നേഹിക്കപ്പെടാതെ പോകുന്നതല്ല, മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം. മനസ്സിലാക്കപ്പെടാതെ പോകുന്ന സ്നേഹവും പ്രണയവും എന്നും വേദനാജനകമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രഭാതമാകുന്നതുവരെ നമുക്ക് കൊതി തീരെ സ്നേഹം നുകരാം, നമുക്ക് സ്നേഹത്തിൽ ആറാടാം. പ്രബിൽനാഥിൻ്റെ ഈ എഴുത്ത് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.